അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാൻഡ്മയുടെ വീടിൻ്റെ പുറകുവശം. ഇത് സത്യം പറഞ്ഞാൽ അടുപ്പാണ് കേട്ടോ. അത് ഒരു പെര പോലെ കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ്. ഇവിടെ ഇതിനകത്തിപ്പോൾ ഇതൊരു വാഴ നിൽക്കുന്നുണ്ടോ. ഇത് ഈയിടെ കൊലയുണ്ടായപ്പോൾ അതിങ്ങോട്ട് ചാഞ്ഞാണ് കിടന്നത്. അപ്പോൾ അന്നേരം അത് വെട്ടുന്നതിനുള്ള തത്രപ്പാടിനിടയിൽ ഇതിങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. അതിപ്പോൾ വാഴയുടെ ആ സംഭവം ഇതാണ് അടുപ്പ്. ഇതുണ്ടോ, അതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അടുപ്പിൽ നമുക്ക് സാധനം വെച്ചുണ്ടാക്കാം. പിന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് അവിടെ ചെറുതായിട്ട് പച്ചയാണ്. ഈ വള്ളി കയറിപ്പോയിക്കടെ പാഷൻ ഫ്രൂട്ടിലാണ്. പിന്നെ അവിടെ താഴേക്കത് പറമ്പാണ്. നമ്മുടെ പറമ്പ് ജാതിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ചെടികൾ, കാന്താരി അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷേ പുറകിൽ ഇപ്പം 2 ദിവസം അടിക്കാത്തതുകൊണ്ട് അതും ഭയങ്കര മോശത്തെ അമ്മമ്മയുടെ നൈറ്റിയാണ് കിടക്കുന്നത്. അതിന് മോശമായിട്ട് കിടക്കുകയാണ്. നമ്മൾ ഇതൊന്ന് അടിക്കാൻ പോവാണ്. പിന്നെ എന്താണ്, ഇതാണ് നമ്മുടെ കിണർ. മൂടിയിട്ടേക്കാണ് ഒന്നും വന്ന് വീഴാതിരിക്കാനായിട്ട്. പണ്ട് പാമ്പൊക്കെ വന്ന് ഏതൊരു സമയത്ത് ഇതിൻ്റെ പുറത്ത് നെറ്റ് വിരിച്ചപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ വീണിട്ടുണ്ടായിരുന്നു. പേടിയാവുന്നു. പിന്നെ അവിടെ കണ്ട് പിള്ളേർ അപ്പുറത്തെ വീട്ടിൽ കളിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ അയലൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു കൊലച്ച കായ കിടക്കുന്നുണ്ടോ, അതിനി മൂത്തിട്ട് നമുക്ക് പറിക്കാം. പിന്നെ അവിടെ മാവും ഉണ്ട് കേട്ടോ. അവിടെ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം അടിക്കാതിരുന്നിട്ട് നമ്മുടെ എല്ലാ കോർണറിൽ നിന്നും ചപ്പും ചവറും ഒക്കെ കൂട്ടി ഇപ്പോൾ ഇത്രയുണ്ട് കേട്ടോ. നമ്മളിവിടെ തന്നെ ഇട്ട് ഇതൊരു തീ കത്തിക്കാൻ പോകും. ഇതൊരു പഴയ ചവിട്ടിയുടെ ഒരു ബാക്കിയും അവിടെ എവിടെയോ കിടന്നതാണ്. എല്ലാം ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വെച്ച് കത്തിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തീ ഇട്ടിട്ടുണ്ട്. ഇനി ആളി കത്തട്ടെ. നമ്മൾ ഫ്രണ്ടിൽ അടിച്ച് കൂട്ടിയത് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. മറ്റേ ഇരുമ്പ് പൊടിയൊക്കെ ഉള്ളത് അതവിടെ തന്നെ നമുക്ക് കത്തിക്കാം. അത് ഇച്ചിരിയല്ലേ ഉള്ളൂ. അങ്ങനെ 2 ദിവസത്തെ മൊത്തം ക്ലീൻ ആയിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, പുകയൊക്കെ വരുന്നുണ്ടോ? ഇപ്പോൾ ഫുൾ പുകയാണ്. തീയൊക്കെ കുറഞ്ഞ് പുക അങ്ങോട്ട് പോകുന്നു. ഓ മൈ ഗോഡ്, നല്ല മഞ്ഞുകാലം പോലെ പോണ്. ഇതുണ്ടോ, ഇവിടെ ഇപ്പോൾ നല്ല ഇടിച്ച് കുത്തി മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കേൾക്കുന്നില്ലേ? നല്ല കാറ്റ്. ഇവിടെ നിന്ന് മേലേക്ക് നല്ല വ്യൂ ആണ്. മേളിലൊരു വീടുണ്ട് കേട്ടോ. ഇതേ കാണുന്ന നമ്മുടെ മതിലാണ്. പെയിൻ്റൊക്കെ അടിക്കാറായി. നല്ല ഇപ്പോൾ ഒരു 4 മണി ആയിട്ടുള്ളൂ. പക്ഷേ നല്ല അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഡാർക്കായി ഇരുണ്ട് മൂടി ഒരു 6 മണിയൊക്കെ ഫീൽ ആവുന്നുണ്ടല്ലേ. നല്ല കാറ്റുണ്ട്. ഇപ്പോൾ മഴ പെയ്യാൻ പോകാം. പക്ഷെ നമ്മളെന്താ ചെയ്തെന്നറിയോ? നോക്ക്, തീ കത്തിച്ച് വെച്ചേക്കുന്നുണ്ടോ. ഇപ്പോൾ മഴ പെയ്ത് അതെല്ലാം പോവും. എൻ്റെ കൂട്ടത്തിൽ ഇരുമ്പം പുളി ഉണ്ട്. അതിൻ്റെ ചീഞ്ഞ് പോയി ഇരുമ്പം പുളി ഉണ്ട് അതിൻ്റെ അടിയിൽ. അതും കത്തിപ്പോകുമെന്ന് നമുക്ക് നോക്കാം. കത്തിപ്പോവായിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു. ഇല്ലെങ്കിൽ ഇത് വീണ്ടും വാരി അവിടെ കൊണ്ടിട്ട് ഓ മൈ ഗോഡ്, അത് ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് കത്തിപ്പോയാൽ മതിയത്. ചിലപ്പോൾ കത്തിപ്പോവായിരിക്കും അല്ലേ. എന്തോ ഇങ്ങനെ ചീറ്റുന്നൊക്കെ സൗണ്ടുണ്ട്. ഇരുമ്പും കൂടി എന്ന് തോന്നണേ. ഇന്നലെ നമ്മൾ വേറൊരു കാര്യം ചെയ്തേ. പനിയൊക്കെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് കുറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു 3 ഏത്തവാഴ നട്ടു. ഇതിലൊരെണ്ണം നിൽക്കുന്നു. ഇതുണ്ട്. ഇതും ഒരു ഏത്തവാഴയാണ്. ഈ കുഞ്ഞിത്. പക്ഷേ അത് 1 മാസം മുന്നേ നട്ടതായിരുന്നു. പിന്നെ അടുത്ത ഏത്തവാഴ നട്ടേക്കണത് പുറകിലാണ്. 2 എണ്ണം നട്ടിട്ടുണ്ട്. അതിലൊരെണ്ണം നമ്മുടെ അടുക്കള വശത്തായിട്ടുണ്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ കിണറെ കാണിച്ചു. ഇതൊരെണ്ണം. ഇതൊരു ഏത്തവാഴ. ഇത് അത്ര ഒരു നല്ല പ്ലേസിലല്ല. പക്ഷേ വേറെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഗ്രാൻഡ് ഞാനും കൂടി ഇവിടെയാണ് നട്ടത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലോ. ഇതൊരെണ്ണം. വേറെ ഒരെണ്ണം
ഇത് നമ്മുടെ വിറക് വരയാണ്. ഇത് ഇങ്ങനെ കാണത്തില്ലായിരിക്കും, ദൂരം ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമ്മുടെ വിറക് വരയാണ്. അത് വേറൊരു ഗേറ്റ്, അത് നമ്മുടെ ഗേറ്റ് തന്നെയാണ്, അത് വേറൊരു ഗേറ്റ്. ഇത് നമ്മുടെ വിറക് വര. വിറക് മാത്രമല്ല, എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ പഴയ സാധനങ്ങളോ ബുക്ക്, തുണി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കയറ്റി വെക്കും. അയ്യോ, എൻ്റെ വാഴ കാണുന്നുണ്ടോ. ഇതിൻ്റെ പുറകിലായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഏത്തവാഴ നട്ടത്. അത് ഇത് ചെരിഞ്ഞു പോയി എൻ്റെ വാഴ. ഇതാണ്. ഇതാണെങ്കിൽ പിന്നെയും കുറച്ച് സ്പേസ് ഉണ്ടല്ലോ. ഇത് 3 ഞാനും അമ്മയും കൂടി നട്ടതാണ്. പിന്നെ അമ്മ തന്നെ ഒരെണ്ണം നട്ടത് ഏതാണെന്നറിയോ? ഇതേ നിൽക്കുന്ന ചെറുത്. ഇതെല്ലാം നമ്മുടെ ഏത്തവാഴയാണ്. ഇത് ആര്യവേപ്പ്. നിങ്ങൾ മാങ്ങ കിടക്കുന്ന കണ്ടില്ലേ? കാണാൻ പറ്റുന്നില്ലേ? സൂം ചെയ്ത് കാണിക്കാം. കണ്ട മാങ്ങ. ഇത് ഞങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറിക്കും. ഇപ്പോൾ കുറച്ച് പറിച്ചത് അകത്തിരിപ്പുണ്ട്, അതാണിപ്പോൾ പറിക്കാത്തത്. പറിച്ചിട്ട് നമ്മൾ മീനും മാങ്ങയും കറി വയ്ക്കും, അതല്ലെങ്കിൽ നമ്മൾ പഴുപ്പിച്ച് കഴിക്കും. കുറച്ച് 5-6 ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ ഒരു 2-3 കറി വെക്കാൻ മതിയല്ലോ. ബാക്കി നമ്മൾ പഴുപ്പിച്ച് കഴിക്കും.